As we mark a historic moment in our association's journey, it is with great pride and honor that we welcome the chief guest of our 70th anniversary AGM, a truly distinguished and inspiring personality, Raju Narayan Swamy, IAS. A name that resonates with integrity, intellect, and fearless public service. A senior bureaucrat, a scholar, and celebrated author, he is widely respected for his unwavering commitment to ethics and good governance. We are also proud to share that Dr. Raju Narayan Swamy will be officially unveiling our 70th anniversary magazine. Before we invite him to the stage, we would like to take a moment to introduce him more meaningfully to those who may not know him closely, to those who wish to understand the depth of his work, and especially to the younger generation who will surely be inspired by his path. So please turn on your attention to the screen for a short video that highlights the extraordinary journey of our chief guest, Dr. Raju Narayan Swamy, IAS. Let's have a look. ഭാരതമാകുന്ന മഹാസാഗരം അതിന്റെ പൗരന്മാരാൽ വാർത്തെടുക്കപ്പെടുന്നതാണെന്ന ജനാധിപത്യ ആശയത്തിൽ അടിയുറച്ചു നിന്ന നവയുഗത്തിന്റെ ആദർശ പുരുഷൻ ഡോക്ടർ രാജു നാരായണസ്വാമി IAS. 1968 മെയ് 24 ചങ്ങനാശ്ശേരിയിൽ അധ്യാപക ദമ്പതികളുടെ മകനായി ജനനം. ഡോക്ടർ രാജു നാരായണസ്വാമിയുടെ അറിവിന്റെ പാതയിലുള്ള മുന്നേറ്റത്തിന് എവിടെയും ഒന്നാം സ്ഥാനം. ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ നിന്ന് 1983 SSLCക്ക് 1ാം റാങ്ക് നേടിയ ഇദ്ദേഹം ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്കും 1ാം റാങ്ക് കരസ്ഥമാക്കി. IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഉപരിപഠനം നടത്തവേ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സ്കോളർഷിപ്പ് ലഭിച്ചെങ്കിലും IAS എന്ന സ്വപ്നവീഥിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. 2013 CIRT നടത്തിയ കോമ്പറ്റീഷൻ ആക്ട് പരീക്ഷയിൽ 100% മാർക്കും 1ാം സ്ഥാനവും നേടി. 1991 സിവിൽ സർവീസ് പരീക്ഷയിലും പരിശീലനത്തിലും 1ാം റാങ്കിന്റെ തിളക്കമുള്ള മലയാളിയായി കേരളത്തിന്റെ യശസ് ഉയർത്തി. അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലും ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിലും ഇരട്ട ഡോക്ടറേറ്റ് നേടി. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് IIT കാൺപൂർ അദ്ദേഹത്തിന് സത്യേന്ദ്ര ദുബായ് മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിച്ചു. 2021 അമേരിക്കയിലെ ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിയനാർഡോ ഡാവിഞ്ചി ഫെലോഷിപ്പ് സ്വന്തമാക്കിയ ഇദ്ദേഹം താണു പത്മനാഭന് ശേഷം ഹോമി ഭാഭ ഫെലോഷിപ്പ് നേടിയ ഏക മലയാളി കൂടിയാണ്. ഇന്ത്യൻ ഭരണനിർവഹണ രംഗത്ത് ഈ കർമ്മയോഗിയുടെ പ്രവർത്തനങ്ങൾ കേവലം ഉപരിപ്ലവമായിരുന്നില്ല, മറിച്ച് അഴിമതി സംവിധാനത്തിനെതിരെയുള്ള കുരിശ് യുദ്ധമായിരുന്നു. ഇടുക്കി, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ കളക്ടറായിരിക്കവേ ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിന് അടിവരയിടുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, സിവിൽ സപ്ലൈസ് കമ്മീഷണർ, കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, മാർക്കറ്റ് ഫെഡ് MD, കേന്ദ്ര നാളികേര വികസന ബോർഡ് ചെയർമാൻ, ഏഷ്യ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ NLO, കാർഷിക ഉൽപാദന കമ്മീഷണർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. ബാലസാഹിത്യം മുതൽ ശാസ്ത്ര സാഹിത്യം വരെ ഉൾക്കൊള്ളുന്ന 30-ലധികം ഗ്രന്ഥങ്ങളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറവികൊണ്ടു. ശാന്തിമന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ എന്ന ഗ്രന്ഥം 2003 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. ഭാഷാ സൗഷ്ഠവവും വാഗ്ധോരണിയും കൊണ്ട് സഹൃദയ സദസ്സിനെ കീഴടക്കുന്ന വാഗ്മിയാണ് ഡോക്ടർ രാജു നാരായണസ്വാമി. ഭരണഘടനാ മൂല്യങ്ങളിൽ അടിയുറച്ച പ്രവർത്തന മണ്ഡലത്തിലൂടെ അഴിമതിമുക്ത നാടിനായുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്പഷ്ടമാണ്. അറിവ് നിറവാണെന്നും അത് പരോപകാരാർത്ഥം വിനിയോഗിക്കണമെന്നും സ്വജീവിതം കൊണ്ട് തെളിയിച്ച ഈ മഹത് വ്യക്തിത്വം സ്ഥാനഭ്രംശങ്ങളിൽ പോലും പതറാതെ സ്വന്തം നിലപാട് തറയിൽ ഉറച്ചു നിന്നു. താൻ കൊടുംവെയിൽ കൊണ്ടിട്ട് തണലേകുന്നു തൈമരം, നിനക്ക് ദുഃഖം വന്നാലും നീ അന്യന് തുണയ്ക്കണം എന്ന കവിവാക്യം പോലെ ആത്മാർപ്പണത്തിന്റെ ആദർശ മാതൃകയാണ് ഡോക്ടർ രാജു നാരായണസ്വാമി. 33 വർഷത്തെ IAS കർമ്മ മേഖലയിൽ
31 ട്രാൻസ്ഫറുകൾ വിധിച്ചപ്പോഴും മുഖം നോക്കാതെ നടപടിയെടുക്കുവാനും മുന്നേറുവാനുമുള്ള അദ്ദേഹത്തിന്റെ ആർജവത്തെയാണ് പുതുതലമുറ ഉറ്റുനോക്കുന്നത്. ഭാരതത്തിന്റെയും കേരളത്തിന്റെയും പൈതൃക സംസ്കൃതിയിൽ ഉള്ളടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. ജനജീവിതത്തിൽ വേരാഴ്ത്തപ്പെട്ട അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിലാണ് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രതീക്ഷകൾ ഉണരുന്നത്. വരും തലമുറയ്ക്ക് ഈ മഹനീയ ജീവിതം മഷിപ്പാത്രമാകട്ടെ. കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IASനെ കേരള അസോസിയേഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. And now, to formally commence this momentous occasion, I request our chief guest, Mr. Raju Narayan Swami IAS, to kindly come forward and light the ceremonial lamp, a symbol of knowledge and enlightenment. I request the secretary and chairman to kindly escort him onto the stage. May I also invite Mr. Ajit Kumar, committee member, Mr. Ritesh Kunat, joint secretary, Mrs. Namita Siju and Mrs. Jency Robin, cultural secretaries, Mr. Shijaz Ahmed, treasurer, and Mr. Vivek Menon, sports secretary, along with the chairman Narayana Prasad, to join us on the stage for the lamp lighting. As a token of our heartfelt welcome and deep respect, I request our chairman to kindly present the Ponada to Dr. Raju Narayan Swami on behalf of Kerala Association of Kenya.